നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് പ്രമാണികളാണ്. ഇത് മേളപ്രമാണി. ഇദ്ദേഹം വന്നിട്ട് നമ്മുടെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ലീഡിങ് മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ കൂടി വർക്ക് ചെയ്യണ കിഷോറാണ്. ഇത് ഞങ്ങളൊക്കെ അയ്യപ്പൻ എന്ന് വിളിക്കുന്ന ഹരിപ്രസാദ് ആലപ്പാട്ട്. അപ്പോൾ ഇവർ രണ്ടുപേർക്കും പെർക്കഷൻ ബീറ്റ്സ് ആണല്ലോ. അപ്പോൾ ഐ തിങ്ക് ദേ വിൽ ഡു എ ഗുഡ് ജോബ് ഇൻ ഇന്റർവ്യൂയിങ് ഈച്ച് അതർ. അപ്പോൾ അങ്ങ് തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. നമസ്കാരം. നമസ്കാരം. കുറെ കാലമായി നമ്മൾ കുറച്ച് കാലമായിട്ടുള്ള ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കണ്ടു തുടങ്ങിയിട്ട്, ഞങ്ങൾ പണ്ട് മുതലേ ഇവിടെ തന്നെ ഉള്ളവരാണ്. എന്തായാലും കുറച്ച് കാലമായിട്ട് കണ്ടു തുടങ്ങിയിട്ട് അച്ഛനെ ഒരു കുറെ കാലമായിട്ട് നമുക്ക് അറിയാനാണ്. എന്നാലും ആളിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിലൊരു എന്താ പറയാ എന്തോ ഒരു ഞങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എറണാകുളത്തപ്പന അങ്ങനെ ശരിക്കും പറഞ്ഞാൽ കൂട്ടിച്ചേർത്തതും ഞങ്ങൾ തമ്മിൽ കാണാനുള്ള അവസരം ഉണ്ടായതും അതുപോലെ തന്നെ ഒരു ദിവസം മേളത്തും കഴിഞ്ഞപ്പോൾ കാണാനുണ്ടായതാണ്. അപ്പോൾ പക്ഷെ അന്ന് എനിക്കൊന്നും അറിയില്ല. ആള് ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യണമെന്ന് മാത്രമേ അറിയില്ല. ആരാണ് എന്താണെന്നൊന്നും അറിയില്ല. പക്ഷെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് വർക്കൊക്കെ ഒരുമിച്ച് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കൂടുതലായി അതിനെക്കുറിച്ച് അറിയുകയൊക്കെ ചെയ്തത്. പറയൂ, എന്താണ് എങ്ങനെയാണ് ഈ ഇതിലേക്ക് വന്നതും, അല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്, അതായത് പെർക്യൂഷനിലേക്ക് വന്നത്? First of all, I got to like interact with him because he speaks English. അപ്പോൾ എനിക്ക് ഒരുപാട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, മേള എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നുണ്ട് and all that. But I could not speak fluently in Malayalam, so thankfully I found him after a Melam, and then I was able to ask him so many interesting questions that I always wanted to ask for years. And then of course Achan is KV Prasad, he is a mridangist. Now on the what to say, I would say Ernakulam devotee first and then percussionist. I work with a lot of composers across India, and I try to like explore so many other percussion aspects of most of the songs you heard. A lot of songs you heard for Rahman sir, Anirudh, and maybe Malayalam there's a song called Minnal Vala. I played percussion on that. So I love to just come and then listen to the Melam, and then that is my energy booster. എങ്ങനെയാണ്, അതായത് അറിയാം വീട്ടിൽ പെർക്യൂഷനായിട്ട് ബന്ധമുണ്ട്, അല്ലെങ്കിൽ അച്ഛൻ ഇത്രയും വലിയ പേരായിട്ടൊരു മൃദംഗിസ്റ്റാണ്. എങ്ങനെയാണ് നമ്മൾ ആ ഒരു സ്റ്റഡീസ് നിന്നും, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റഡീസ് കഴിഞ്ഞിട്ട് പെർക്യൂഷനിലേക്ക് എൻ്റർ ചെയ്തത് എങ്ങനെയാണ്? എന്തായിരുന്നു നമ്മുടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്? എനിക്ക് ചെറുപ്പം മുതൽ I had a thing like Appa is the best, so it cannot be better than Appa. ஸோ நான் வேறு ஏதாவது ரூட் எடுத்துக்கலாம் அப்படிங்கிற மாதிரி ஒரு ஐடியாலஜி. அண்ட் ஐ வாஸ் ட்ரான் டுவர்ட்ஸ் ட்ரம்ஸ் அண்ட் அஃப்கோர்ஸ் ப்ரைமரிலி சண்டை, பிகாஸ் ரொம்ப சின்ன வயசுலேருந்து சண்டை மேளம் கேட்டு வளர்ந்து. ஸோ தட் வாஸ் லைக் த ஃபர்ஸ்ட் வாவ் மூமெண்ட் ஃபார் மீ வாஸ் லிஸ்னிங் டு அ மேளம் ஆஃப் 50 people, 100 people playing together. So essentially that was the start of this journey. And then சின்ன வயசுல ஏதாவது ஒரு குச்சி இருந்தா ரபாட் எடுத்து வாசிட்டு இருப்பேன். It started like that, and then somehow I came more into films. Anirudh was my classmate from pre-KG, so I played on his songs, and then that brought me into film, and angane it just started. Okay. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ പ്രോജക്ട്സ് എന്തെങ്കിലും ഇപ്പോൾ നടക്കുന്നുണ്ടോ? ഇപ്പോൾ ഇൻട്രസ്റ്റിംഗ് അഫ്കോഴ്സ് സിനിമ പാട്ടൊക്കെ ഒരുപാടുണ്ട്. സയ്യാറാണ് ഒരു മൂവി റിലീസ് ആയിട്ടുണ്ട്. അതിന് മെയിൻ 2 സോങ്സ് ഞാനാണ് പ്രൊഡ്യൂസ് ചെയ്തത്. സോ പറയാൻ വേണ്ടി അതൊക്കെ ഉണ്ട്. ബട്ട് സംതിങ് ദറ്റ് ഐ റിയലി ലവ് ഇസ് വി റെക്കോർഡഡ് ലൈക്ക് ഫോക്ക് instruments across India last month. I think I'm very happy that he was also part of it. So I traveled to different parts of India and recorded different percussion instruments, and I'm creating a sample pack out of it. So that is my most exciting project recently. Okay. Something keeps happening, like you. Like I told him that nanu melakarananu asle, because almost എല്ലാ ദിവസവും ഷോസ് ഉള്ള ആളാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഓൾമോസ്റ്റ് മിക്ക ദിവസങ്ങളിലും ഷോ, ഇപ്പോൾ ഇന്നലെ തന്നെ പൂനെയിലൊരു ഷോ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും ഷോ ഉള്ള ആളാണ്. നമ്മൾ ചോദിക്കുമ്പോൾ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ചെണ്ടമേളം നമ്മൾ ഈ പെർക്യൂഷനിൽ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തേക്കണേ? സോ ഇതിനെ ഐ വുഡ് സേ 3 ഭാഗമാണ്. മെയിൻ തിങ് ഇസ് ലൈക്ക് ഐ ഫീൽ ഇറ്റ് ബ്രിങ്സ് എവരിബഡി ടുഗെദർ. like tribal age lenda armcha drums has been the most uniting factor. So that's one thing.
And second thing is, I feel something gets purified when you just stand there and then you hear the drums vibrate in your body. I feel that. And then professionally for me, lot of people അവരുടെ സറൗണ്ടിങ്ങിന്റെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ ശിവമണി സാർ ഉണ്ട്. അപ്പോൾ ഹി വിൽ സേ ദാറ്റ് ഹി ഗ്രൂ അപ്പ് ഇൻ ബേസിൻ ബ്രിഡ്ജ്. അപ്പോൾ ബേസിൻ ബ്രിഡ്ജിലെ ഒരുപാട് ഈ ഡെഡ് ബോഡീസ് ഒക്കെ കൊണ്ടുപോകുന്ന സ്ഥലമാണ്. അപ്പോൾ ആ ഡെഡ് ബോഡി കൊണ്ടുപോകുമ്പോൾ എന്ത് വായിക്കുമ്പോൾ ദാറ്റ് ഇൻഫ്ലുവൻസ്ഡും. സോ ലൈക്ക് ദാറ്റ് ഫോർ മീ I grew up listening to Melams and all that. So that is my primal. So what happens is more technically for few people, and you might enjoy that thing, was whenever I hear a Melam, at every tempo I hear different beats in it. Same ആണ് മേളം. എൻ്റെ വൈഫ് അങ്ങനെയാണ് പറയുന്നത്, സെയിം ആണല്ലേ 3 hours. But for me, every different speed at every different place they play, I hear different beats. So that is my inspiration to create beats. Okay. ഈ ഇത് നമ്മൾ ഇപ്പൊ മേളത്തിനെ കുറിച്ചും പെർക്യൂഷനെ കുറിച്ചും സംസാരിച്ചപ്പോൾ രണ്ടും പെർക്യൂഷൻ ആണല്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ മേളത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ഇത് ജോയിന്റ് ആണ് ആക്ച്വലി. ഇപ്പോൾ ഒരു ശബ്ദം അല്ലെങ്കിൽ ചെണ്ടയുടെ ശബ്ദം, വലന്തലയുടെ ശബ്ദം, മേലത്താളത്തിന്റെ ശബ്ദം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് ഒരു ടോട്ടൽ ഔട്ട്കം വരുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ഇത് മിക്സ് ചെയ്യാനുള്ള ഇതെന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ മീൻസ് so we did a recording recently with sir and his team for Raja Saab movie, Telugu movie, Prabhas oda movie. Appo that's when I realized ivaraka it's a very together kind of approach, because നമ്മൾ റെക്കോർഡിങ്ങിന് വേണ്ടി ചണ്ട സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു, പിന്നെ വീക്കെൻഡ് ചണ്ട സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു, എലതാളം സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു. അപ്പോൾ they were finding it so tricky to play because they literally like fall on each other during the melam. So without that they were like suddenly you take friends out from the group and put them in another group. So I understood that it is so wholesome, the whole thing. And the whole thing is made, and then to have a pramani, and then each day we have different pramanis here. Correct. And then how I see you sometimes you are a pramani in a different melam. But here you are playing along with different people. So how it's, for me, I see it very philosophically, where it's a very humbling thing, because there are incredible artists there by your side, but you don't let your egos come into the thing. It's always the music that's forefront. So I find it a very humbling factor. ഈ നമ്മൾ മേളത്തിനെ കുറിച്ച് മേളം ഇത് മിക്സ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. പക്ഷെ ഈ നമ്മളൊരു ഗിഗ്, അതായത് ഒരു വലിയൊരു ഇവന്റ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് മീൻസ് ഇപ്പോൾ ഞാനൊക്കെ പലപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മൾ കുറേ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ടൊരു പെർക്യൂഷൻ ഗിഗ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ ഒരു പ്ലാൻ എന്തായിരിക്കും അതിൻ്റെ അകത്ത്? സോ ജനറലി ഇറ്റ് വിൽ ഹാവ് സം കൈൻഡ് ഓഫ് എ ബേസ്. ഇപ്പോൾ നമ്മൾ ഫ്യൂഷൻ ചെയ്യുമ്പോൾ ഇവനും ഡ്രംസ് വായിക്കുന്നവരും കുറച്ച് കർണാട്ടിക് അറിയാം. അപ്പോൾ നമ്മൾ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒന്ന് ഫിക്സ് ചെയ്യും, പിന്നെ മിഡ് പോയിന്റ് ഏതാണ്ട് ഫിക്സ് ചെയ്യും, പിന്നെ എൻഡ് നമ്മൾ കോർവയൊക്കെ ഫിക്സ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ഈ താളവാദ്യം ഒക്കെ ചെയ്യുന്നുണ്ട്. ബട്ട് ഐ ഡു മോസ്റ്റ്ലി ഫിലിം ഷോസ്. സോ അതിനു വേണ്ടി ഇറ്റ്സ് മോർ like I play with a music director called Amit Trivedi. So his songs അവർക്ക് എന്താണ് ഇഷ്ടം, അങ്ങനെയാണ് നമ്മൾ. ബട്ട് ഇൻ അതർ പ്രോജക്ട്സ് വി ജനറലി സീ റെക്കോർഡിങ്ങിന് വേണ്ടി സംടൈംസ് നമ്മൾ ഫ്രീക്വൻസി നോക്കാറുണ്ട്, ഹൈ ഫ്രീക്വൻസി, മിഡ്, ലോ, അങ്ങനെ. ബട്ട് വെൻ ഐ കം ടു മേളം, ഇറ്റ് ഈസ് all these things are already taken care of. That's the most beautiful part. Like നമ്മൾ ഈ മീറ്റർ വെച്ച് ഹെഡ്ഫോൺസ് ഒക്കെ വെച്ച് ചെക്ക് ചെയ്യും, ഇങ്ങനെ ശരിയാണോ, ബാലൻസ് ശരിയാണോ. അപ്പോൾ ഇവിടെ സൗണ്ട് ചെക്ക് പോലും ഒന്നും ഉണ്ടാവില്ല, വെറുതെ they just come that day morning. So that's such a beautiful thing that I feel that all this is designed by a higher power. Like it can only happen with a higher power. Saying this in Ernalappan's temple is also very valid, but everywhere I think there is some factor നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, ഇതിനെ സയൻസ് ചെയ്യാൻ പറ്റില്ല, ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റില്ല. There is താളം, എവറിത്തിങ്. പലപ്പോഴും നമ്മൾ തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മേളം കൊട്ടുന്നത് ഒരേ രീതിയിൽ ഒരാൾ തന്നെ അല്ലെങ്കിൽ ഒരേ ടീം തന്നെ ഒരുമിച്ച് നിന്ന് കൊട്ടുമ്പോൾ പോലും ഒരു സ്ഥലത്ത് കൊട്ടണ പോലെ ചിലപ്പോൾ അടുത്ത സ്ഥലത്ത് കൊട്ടാൻ പറ്റില്ല. അപ്പൊ അതൊരു വലിയൊരു ഫാക്ടറാണ്. ഇപ്പൊ ഇവിടെ കൊട്ടണ പോലെ നമുക്ക് വേറെ സ്ഥലത്ത് പോയാൽ ഇതേ ആൾക്കാരാണെങ്കിൽ പോലും കൊട്ടാൻ പറ്റില്ല. അത് വലിയൊരു കാര്യമാണ്, അത് നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാര്യം നമ്മൾ ഇപ്പോൾ മേളത്തിനെ കുറിച്ച് പറയുമ്പോൾ പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യുനെസ്കോ അംഗീകരിച്ചിട്ടുള്ള ഏറ്റവും വലിയ സിംഫണിയാണ്.
അതായത് വിത്തൗട്ട് ഐ മീൻ കണ്ടക്ടർ, അതായത് ഇത്രയും ഇൻസ്ട്രുമെന്റ്സ് ഒരുമിച്ച് വായിക്കുന്ന ഒരു കണ്ടക്ടർ ഇല്ലാതെ വായിക്കുന്ന ഒരു സിംഫണിയാണ് ശരിക്കും പറഞ്ഞ മേളം. അത് ആക്ച്വലി അവര് റെക്കോർഡ് ചെയ്തേക്കണത് നമ്മുടെ എലഞ്ഞിത്തറ മേളമാണ്. എലഞ്ഞിത്തറ മേളത്തിൽ 100-ൽ കൂടുതൽ ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അത്രയും ആൾക്കാർ അത്രയും ഇൻസ്ട്രുമെന്റ്സ് ഒരുമിച്ച് വായിക്കുക വിത്തൗട്ട് കണ്ടക്ടർ. അപ്പൊ അതാണ് അവരെ സംബന്ധിച്ച്, അവര് അതൊരു വേറെ ലെവലിലാണ് ചിന്തിക്കണം. നമ്മളെ സംബന്ധിച്ച് നമുക്കതൊരു വേറെ ഒരു മേളമാണ്. പക്ഷെ ഈ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം കൂടി വരുന്നതിന്റെ ഒരു പ്രത്യേകത പറയാണ്ടിരിക്കാൻ പറ്റില്ല. അത് പലപ്പോഴും അത് നമുക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ചില സ്ഥലത്ത് വേളം നന്നാവും, ചിലപ്പോൾ നന്നാവില്ല. അപ്പൊ നമ്മൾ വിചാരിച്ച പോലെ വരില്ല, ചിലപ്പോൾ വിചാരിച്ചേക്കാട്ടും ഭംഗിയായിട്ട് വരും. അപ്പോൾ അത് ഭഗവാന്റെ അടുത്താണ്, ഒന്നും പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഭഗവാന്റെ കയ്യിലാണ്. ആരാണോ ഭഗവാൻ, ആ ഭഗവാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ആരാണെങ്കിലും അത് അത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ പിന്നെ വേറെന്തെങ്കിലും ഇതിനെ കുറിച്ച്, പെർക്യൂഷനെ കുറിച്ച് വേറെ എന്തെങ്കിലും സംസാരിക്കാനോ? സോ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്, ഒരാള് പെട്ടെന്ന് ഇവിടെ വരും, അപ്പൊ അതിനെ നാവിഗേറ്റ് ചെയ്ത് എങ്ങനെയാണ് കൊണ്ടുപോകുന്നതാണ് പെർക്കഷന്റെ മെയിൻ തിങ്. അപ്പോ നത്തിങ് സ്പെഷ്യൽ, ഇറ്റ് ഈസ് ജസ്റ്റ് ഐ ഫീൽ ലൈക്ക് പെർക്കഷൻ റിതം എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ബേസിക് ആസ്പെക്ട് ഇല്ലേ ലൈഫിടെ. നമ്മളുടെ ഐ മീൻ ഇറ്റ്സ് മൈറ്റ് സൗണ്ട് ക്ലീഷേ, ബട്ട് എവറിഥിങ് ഹാസ് എ റിതം. നമ്മുടെ ഹാർട്ട് ബീറ്റ് ആണ്. നമ്മൾ വാക്ക്, മോഹൻലാലിന്റെ ഒരു റിതം ഉണ്ട് വാക്ക് ചെയ്യുന്നത്. അപ്പോ എവറിബഡി ഹാസ് ദ റിതം. ഐ ഫീൽ that is like the base of life. I look at it like that, and I'm very happy I could make it this year and meet you and meet everybody here. It's like a annual recharge that I take, and my namaskarams to all the people, and Ernal Tappan is in a way special to me. I can never explain, and I feel that that's the most beautiful way to put it, that when you can't explain something, it's the purest form. So yeah, റാതപ്പൻ എല്ലാ അനുഗ്രഹങ്ങളും ഇനിയും മുമ്പോട്ടുണ്ടാവട്ടെ. അല്ലേ ഈ പറഞ്ഞ പോലെ ഇത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. നമ്മുടെ സ്വന്തം നമ്മുടെ കുട്ടി എന്ന് പറയാവുന്ന ആളാണ്. അപ്പോൾ ഇവിടുത്തെ കുട്ടിയാണ്. അപ്പോൾ എവിടെ ചെന്നാലും റഹ്മാന്റെ കൂടെയും എല്ലാം ഈ ഇന്ത്യ മുഴുവനും ലോകം മുഴുവനും അറിയാൻ പാകത്തിന് റാതപ്പൻ അനുഗ്രഹിക്കട്ടെ. സത്യം പറഞ്ഞാല് ഇങ്ങനത്തെ 2 ആൾക്കാര് മീറ്റ് ചെയ്ത് സംസാരിക്കണതിനെക്കാട്ടും നല്ലൊരു ഇന്റർവ്യൂ കിട്ടാനില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. ഐ എം സോ ഗ്ലാഡ് ദാറ്റ് യു ബോത്ത് വർ സച്ച് എ സ്പോർട്ട് ആൻഡ് യു റെഡിലി അഗ്രീഡ് ടു ദിസ്. ഇനിയും വലുതായി വരൂ, നല്ലത് വരട്ടെ. Thank you, and thanks to you, because for people like me who stay in Chennai and who want to be in Kerala, whatever she posts every day, even though they it's not Ulsavam, even though it's like Pradosham or whatever, it helps us stay connected with Ernal Tappan in the most tech savvy way. Thanks to you for that. Thank you.